കന്നിക്കൂറിലെ ഉത്രം മുക്കാൽ, അത്തം ചിത്തിര പകുതി, വൃശ്ചികക്കൂറിലെ വിശാഖം അവസാനകാൽ, അനിഴം തൃക്കേട്ട, മകരക്കൂറിലെ ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത്. വിഷുഫലം ആണെങ്കിലും ജൂൺ മാസം മുതൽ, അതായത് വ്യാഴം മാറുന്നത് മുതൽ ആണ് ഈ ഫലങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും തടസ്സങ്ങളൊക്കെയും മാറുന്ന കാലമാണ്. വിജയകരമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴികൾ തെളിയും. സാമ്പത്തിക പ്രശ്നങ്ങൾ ക്രമേണ പരിഹരിക്കാൻ സാധിക്കും. തൊഴിലിലെ പ്രയാസങ്ങളും ക്രമേണ മാറും. തൊഴിൽ ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വാങ്ങുക, ഭൂമി വാങ്ങുക എന്നീ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ശ്രമിച്ചാൽ നടക്കും. പുതിയ ബിസിനസ് ആരംഭിക്കാനും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനുമൊക്കെ ഈ ഒരു കാലം നല്ലതാണ്. വിവാഹം, സന്താനലബ്ധി എന്നിവയ്ക്കും അനുകൂലമാണ്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തിലും വിജയിക്കാൻ കഴിയുന്ന കാലമാണ്. ഓരോ കൂറിൻ്റെയും വിശേഷ ഫലങ്ങൾ കൂടി നോക്കാം. കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ധനലാഭത്തിനാണ് കൂടുതലും സാധ്യത. ആഗ്രഹിച്ചത് സാധിക്കും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദോഷം ഒക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഒരു ഭാഗ്യാനുഭവം നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. മകരക്കൂറിൽ ജനിച്ചവർക്ക് വിവാഹം നടക്കും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഓർക്കുക, ഇവ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ദശകളും അപഹാരവും ഒക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ ഈ നല്ല ഫലങ്ങൾ അനുഭവിക്കുകയുള്ളൂ. ഇല്ലായെങ്കിൽ ദോഷഫലങ്ങളും ഉണ്ടായേക്കാം.